100 കോടി സ്വത്തുള്ള ഭാര്യയും ഭർത്താവുമായ അഭയും ജോൺസും. അവർക്ക് കുട്ടികളില്ല. അനാഥാലയത്തിൽ നിന്നും ഒരു പെൺകുട്ടിയെ ദത്തെടുക്കുകയാണ്. അവളുടെ പേരാണ് ശ്രുതി. പക്ഷെ ആ കുട്ടിക്ക് ചെവിയും കേൾക്കത്തില്ല, സംസാരിക്കുവാനും കഴിയത്തില്ല. അച്ഛന്റെയും അമ്മയുടെയും കാലശേഷം പ്രായപൂർത്തിയായ ശ്രുതി ബിസിനസ്സും കാര്യമൊക്കെ നോക്കി നടത്തുവാനായിട്ട് ഇംഗ്ലണ്ടിലെ തന്റെ ബംഗ്ലാവിലേക്ക് എത്തും. അവിടെ അവൾക്ക് സഹായത്തിന് മാനേജറും ഭാര്യയുമാണുള്ളത്. ഇംഗ്ലണ്ടിലെത്തിയ ശ്രുതിക്ക് പിന്നാലെ ഒരു ദുരൂഹ മനുഷ്യനുണ്ട്. അയാൾ ആരാണ്? ഞെട്ടിക്കുന്ന പല സംഭവങ്ങളും പിന്നീട് നടക്കുകയുണ്ടായി. അതെന്തെന്നൊക്കെ അറിയണ്ടേ? എങ്കിൽ നമുക്ക് വേഗം നയൻതാര കേന്ദ്ര കഥാപാത്രത്തിലെത്തുന്ന കൊലയുതിർ കാലം എന്ന തമിഴ് സിനിമയുടെ കഥ നോക്കിയാലോ? വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് വീഡിയോ കാണുന്ന കൂട്ടുകാർ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. എങ്കിൽ മാത്രമേ വീഡിയോ ഒരുപാട് പേരുടെ കയ്യിലെത്തൂ. മാത്രമല്ല, കമന്റ് സെക്ഷനിലെ ഹൈപ്പ് എന്നൊരു ഓപ്ഷനും ക്ലിക്ക് ചെയ്യാൻ മറക്കരുതേ. കഥ തുടങ്ങുമ്പോൾ വലിയ കാശുകാരായ ഭാര്യ ഭർത്താക്കന്മാരായ അബ ലോൺസണിനെയും ജോൺസ് ലോൺസണിനെയുമാണ് കാണിക്കുന്നത്. ഇവർ രണ്ടുപേരും കല്യാണം കഴിച്ചിട്ട് ഒരുപാട് വർഷങ്ങളായിട്ടും ഇവർക്ക് മക്കളെയില്ല. മാത്രമല്ല, ഒരുപാട് ബിസിനസ്സും കാശൊക്കെയുണ്ട്. ലോൺസൺ ഫാമിലിക്ക് ഒരു ബംഗ്ലാവുമുണ്ട്. എന്നാൽ തന്റെ അടുത്ത അനന്തരാവകാശി വരുന്നത് വരെ തന്നെ ഈ ഒരു ലോൺസൺ ബംഗ്ലാവ് മാനേജറിനെ ഏൽപ്പിച്ചിട്ടാണ് അബ ലോൺസണും ജോൺസ് ലോൺസണും പോയിരിക്കുന്നത്. മാനേജറാണ് ഇപ്പോൾ ലോൺസൺ ബംഗ്ലാവ് നോക്കി നടത്തുന്നതും. വർഷങ്ങൾക്ക് ശേഷം ബംഗ്ലാവിന്റെ അനന്തരാവകാശി വരുന്നെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ മാനേജറും ഭാര്യയും ചേർന്ന് ബംഗ്ലാവ് വൃത്തിയാക്കി വെക്കുന്നു. അങ്ങനെ ഇംഗ്ലണ്ടിലുള്ള ലോൺസൺ ബംഗ്ലാവിലേക്ക് എത്തിയത് ശ്രുതി എന്ന പെൺകുട്ടിയാണ്. സത്യത്തിലെ ശ്രുതി ആബ ലോൺസന്റെയും ജോൺസ് ലോൺസന്റെയും യഥാർത്ഥ മകളല്ല, അവർ ദത്തെടുത്തതാണ്. ശ്രുതിക്ക് ചെറിയൊരു പ്രശ്നമുണ്ട്. അവൾക്ക് സംസാരിക്കുവാനോ ചെവി കേൾക്കുവാനോ കഴിയത്തില്ല. ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി സംസാരിക്കുമ്പോൾ അവരുടെ ലിപ് മൂവ്മെന്റ് വെച്ചാണ് അവൾ സംസാരിക്കുന്നത് എന്താണെന്ന് കണ്ടെത്തുന്നത്. മാത്രവുമല്ല, ശ്രുതിയുടെ കൈവശം ഒരു ഫോണുണ്ട്. ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി എന്താണോ സംസാരിക്കുന്നത് അത് ആ ഫോണിൽ ടൈപ്പ് ചെയ്ത് കാണിക്കും. അങ്ങനെയാണ് അവൾ അതിന് റിപ്ലൈയും കൊടുക്കുന്നത്. ബംഗ്ലാവിലേക്ക് എത്തുന്ന ശ്രുതിയെ മാനേജറും മാനേജറിന്റെ ഭാര്യയും ചേർന്ന് നന്നായി സ്വീകരിക്കുകയാണ്. മാനേജറിന്റെ ഭാര്യയ്ക്ക് ശ്രുതി എന്ന് വെച്ചാൽ ജീവനാണ്. കുട്ടിക്കാലത്ത് മാനേജറിന്റെ ഭാര്യ ശ്രുതിയെ ഒരുപാട് വളർത്തിയിട്ടുമുണ്ട്. വന്നു കയറിയ ശ്രുതിയോട് മിസ്റ്റർ ആൻഡ് മിസ്സിസ് സാവന്ത് നിന്നെ കാണുവാനായിട്ട് വെയിറ്റ് ചെയ്യുകയാണെന്ന് പറഞ്ഞ് മാനേജർ അവളെ കൂട്ടിക്കൊണ്ടു പോകുന്നു. ഈ സാവന്ത് യഥാർത്ഥത്തിൽ അഭയുടെ അമ്മയുടെ സഹോദരന്റെ മകനാണ്. സാവന്ത് ശ്രുതിയോട് ആവശ്യപ്പെടുന്നത് ഈ ഒരു ബംഗ്ലാവ് തനിക്ക് തരണം. 2 കോടി രൂപ നിനക്ക് പകരമായി തരാമെന്നാണ് സാവന്ത് പറയുന്നത്. സാവന്ത് പറയുന്നതെല്ലാം ശ്രുതിയുടെ മൊബൈലിൽ ടൈപ്പ് ചെയ്ത് കാണിക്കുന്നുണ്ട്. പക്ഷേ അതിന് മറുപടി കൊടുക്കുവാനോ സാവന്തിന്റെ മുഖത്തോട്ടൊന്ന് നോക്കുവാനോ പോലും ശ്രുതി തയ്യാറാകുന്നതേയില്ല. അത് കാണുന്ന സാവന്തിന് വല്ലാതെ ദേഷ്യം വരുന്നു. സാവന്ത് പറയുന്നത്, എന്റെ സഹോദരിക്ക് ഓർമ്മശക്തി നഷ്ടമായ സമയത്താ നിനക്കെഴുതി തന്നത്. മാത്രമല്ല, നീ ഞങ്ങളുടെ ബ്ലഡ് റിലേഷൻ ഒന്നും അല്ലല്ലോ എന്ന് പറഞ്ഞാണ് ശ്രുതിയോട് സംസാരിക്കുന്നതും. സാവന്ത് പറയുന്നതെല്ലാം മനസ്സിലാകുന്നുണ്ടെങ്കിലും ശ്രുതി അതിനൊന്നും റിപ്ലൈ കൊടുക്കുന്നതേയില്ല. എന്നാൽ സാവന്തിന്റെ ഭാര്യ മിസ്സിസ് സാവന്ത് ആണെങ്കിൽ കാമായിട്ടിരിക്കുകയാണ്. മിസ്സിസ് സാവന്ത് പറയുന്നത്, നിനക്ക് എന്താണോ തോന്നുന്നത് അത് മാത്രം നീ ചെയ്യുക. ഈ ബിസിനസ് ഒക്കെ നിനക്ക് ഒറ്റയ്ക്ക് നോക്കി നടത്താൻ കഴിയുമെങ്കിൽ മാത്രം അത് ചെയ്യുക എന്ന് മിസ്സിസ് സാവന്ത് പറയുമ്പോൾ ശ്രുതി എന്തോ ഫോണിൽ എഴുതി കാണിക്കുന്നു. അത് കണ്ട മിസ്സിസ് സാവന്ത് തന്റെ ഹസ്ബൻഡിനെയും വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് പോവുകയാണ്. എന്താ അവൾ പറഞ്ഞതെന്ന് പുറത്തിറങ്ങുമ്പോൾ സാവന്ത് ചോദിക്കുമ്പോൾ പതിവ് പോലെ അവൾ എന്താ പറയുന്നത് അത് തന്നെയാ പറഞ്ഞത്. അവൾക്ക് ഇതൊന്നും കൊടുക്കുവാനായിട്ട് താല്പര്യമില്ല എന്ന്. അത് കേട്ടതും സാവന്തിന് വല്ലാതെ ദേഷ്യം വരുന്നു. മാനേജറിനോടും അവർ ദേഷ്യപ്പെട്ട് എന്തൊക്കെയോ സംസാരിച്ചിട്ടാണ് അവിടെ നിന്ന് പോകുന്നത്. ശ്രുതിയുടെ പേരിൽ ഈ ഒരു ബംഗ്ലാവ് മാത്രമല്ല, അവരുടെ മുഴുവൻ സ്വത്തും ശ്രുതിയുടെ പേരിലാണുള്ളത്. ടീ എസ്റ്റേറ്റ്, ഓർഫനേജ്, അവർ നടത്തുന്ന ചാരിറ്റി, അങ്ങനെ എന്തൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടോ അതെല്ലാം അവളുടെ പേരിലാണുള്ളത്. കോടിക്കണക്കിന് സ്വത്ത് ഇപ്പോൾ ശ്രുതിയുടെ പേരിലും. ഒരനാഥ പെൺകുട്ടിയുടെ പേരിൽ ഇത്രയും സ്വത്തുക്കളൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് കൊണ്ടാണ് ശ്രുതിയോട് സാവന്തിന് ഇത്രയും ദേഷ്യം. ആ ഒരു സീൻ അവിടെ കട്ടായി അബാ ലോൺസണിനെയാണ് കാണിക്കുന്നത്. അബാ ലോൺസണും ഭർത്താവായ ജോൺസ് ലോൺസണും ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുമായിരുന്നു. ഭർത്താവായ ജോൺസ് ലോൺസൺ ഒരു ഇംഗ്ലണ്ടുകാരനാണ്. ഇംഗ്ലണ്ടുകാരനായ ജോൺസ് തമിഴ്നാട്ട് പെൺകുട്ടിയായ അബയെ പ്രണയിച്ചാണ് വിവാഹം കഴിച്ചത്. പലതവണയും ജോൺസ് ആണെങ്കിൽ ഇന്ത്യയിലേക്ക് വരും. ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുവാൻ വേണ്ടിയിട്ടാണ് എത്തിയിരിക്കുന്നത്. പക്ഷേ ഇതൊന്നും അറിയാത്ത അബ ജോൺസിനെ ഒരുപാട് വഴക്ക് പറയുമായിരുന്നു. എന്നാൽ ഒരു ഘട്ടത്തിൽ ജോൺസ് മരണപ്പെട്ടു പോയി. അതിനുശേഷമാണ് ജോൺസ് എന്തൊക്കെ നല്ല കാര്യങ്ങൾ ഇന്ത്യയിൽ ചെയ്തിരുന്നു എന്നുള്ള കാര്യം അബയ്ക്ക് മനസ്സിലായത്. ഒരുപാട് അനാഥാലയങ്ങളെ സഹായിക്കുമായിരുന്നു. ജോൺസ് കൊടുക്കുന്ന കാശ് കൊണ്ടാണ് അനാഥാലയങ്ങളൊക്കെ പ്രവർത്തിച്ചിരുന്നതും. എന്നാൽ ജോൺസിന്റെ മരണശേഷം ആ ഒരു ഉത്തരവാദിത്തമൊക്കെ അബ ഏറ്റെടുക്കുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം ഒരു എക്സിബിഷൻ എത്തിയിരിക്കുകയായിരുന്നു അബ.
അനാഥ കുട്ടികൾ വരച്ച ചിത്രങ്ങളുടെ എക്സിബിഷൻ ആയിരുന്നു അവിടെ നടന്നിരുന്നത്. മാത്രമല്ല ആ കുട്ടികൾക്കൊക്കെ ഒരു പ്രത്യേകതയുണ്ട്. ചിത്രം വരച്ച ഒരു കുട്ടികൾക്ക് പോലും സംസാരിക്കുവാനോ ചെവി കേൾക്കുവാനോ കഴിയത്തില്ല. എന്നാൽ എക്സിബിഷനെത്തിയ അബ ഒരു ചിത്രം കണ്ട് വല്ലാതെ അട്രാക്റ്റ് ആകുന്നു. ആ ചിത്രം കാണുമ്പോൾ തന്നെ അബയ്ക്ക് മനസ്സിലായി ആ ചിത്രത്തിലുള്ള പെണ്ണ് താനാണെന്ന്. തന്റെ അതേ രൂപമായിരുന്നു ആ ചിത്രത്തിനും ഉണ്ടായിരുന്നത്. ഇതാരാ വരച്ചതെന്ന് ചോദിക്കുമ്പോൾ അത് ഇവിടെയുള്ള ഒരു കുട്ടിയാണ്, ശ്രുതി എന്ന് പറയും. അങ്ങനെ ശ്രുതിയെ തനിക്ക് കാണണമെന്നും അബ പറയുന്നു. ശ്രുതിയെ കണ്ട അബ ഈ ചിത്രം നീ എങ്ങനെയാ വരച്ചതെന്ന് ചോദിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഈ ചിത്രത്തിലുള്ള സ്ത്രീ എന്റെ സ്വപ്നത്തിൽ വരുമായിരുന്നുവെന്നും ശ്രുതി പറയുന്നു. ശ്രുതി വരച്ച ചിത്രം അബ 1,00,000 രൂപയ്ക്ക് വാങ്ങുന്നു. ആ കാശ് ശ്രുതിക്ക് കൊടുക്കുമ്പോഴോ ഈ കാശൊന്നും എനിക്ക് വേണ്ട, ഇവിടെയുള്ള കുട്ടികളുടെ പഠിത്തത്തിന് വേണ്ടി അത് ഉപയോഗിച്ചാൽ മതിയെന്നും ശ്രുതി പറയുന്നു. ശ്രുതിയുടെ ആ നല്ല മനസ്സ് മനസ്സിലാക്കിയ അബ ശ്രുതിയെ ദത്തെടുക്കുകയാണ് ചെയ്തത്. ഈ കഥകളെല്ലാം ശ്രുതി ആലോചിക്കുക. അന്ന് ശ്രുതി വരച്ച ചിത്രം അഭയാണെങ്കിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ആ ചിത്രമെടുത്ത് നോക്കുകയാണ് ശ്രുതി. അവൾക്ക് അമ്മയോർത്ത് ഒരുപാട് സങ്കടം വരുന്നു. ഇതെല്ലാം ആലോചിച്ചുകൊണ്ട് നിൽക്കവേ അവിടെയുള്ള ഒരു മരത്തിന് പിറകിലായിട്ട് കറുത്ത വേഷമൊക്കെ ധരിച്ചു നിൽക്കുന്ന ഒരാളിനെ ജനലിലൂടെ നോക്കുമ്പോൾ ശ്രുതി കാണുന്നു. ശ്രുതി അത് കണ്ട് ആകെ ടെൻഷനാവുകയാണ്. എന്നാൽ അതേസമയം മാനേജറിനെയും ഭാര്യയും കാണിക്കും. അവർ രണ്ടുപേരും ശ്രുതിയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. സംസാരിക്കാനും കഴിയില്ല, ചെവിയും കേൾക്കില്ല. ഇങ്ങനെയുള്ളൊരു പെൺകുട്ടി ഇത്രയും വലിയ ബിസിനസ്സൊക്കെ എങ്ങനെ നോക്കി നടത്താനാന്ന് മാനേജർ പറയുമ്പോൾ അവൾക്ക് അതിനുള്ള കഴിവൊക്കെയുണ്ട്. അവളൊരു പാവമാ, എനിക്ക് അവളെ വിശ്വാസമാണെന്നും മാനേജറിന്റെ ഭാര്യ പറയുന്നു. അതേസമയമായിരുന്നു ശ്രുതി അവിടേക്ക് വരുന്നത്. ഞാൻ ഇവിടെയൊക്കെ ഒന്ന് കറങ്ങി കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ശ്രുതി അവിടെ നിന്ന് പോകും. അവൾ നേരെ എത്തുന്നത് അവിടെ ചെടികളൊക്കെ പസിൽ പോലെ വെട്ടിവെച്ചിരിക്കുന്ന സ്ഥലത്തേക്കാണ്. അതിനുള്ളിലേക്ക് കടന്നു കഴിഞ്ഞാൽ പുറത്തു വരാനായിട്ട് കുറച്ച് കഷ്ടപ്പെടും. ഉള്ളിലേക്ക് കയറിയ ശ്രുതി കുറച്ചു നേരം അവിടെ ഇരിക്കുന്നു. അവൾ പോകുവാനായി ഇറങ്ങുന്ന സമയം തന്നെയായിരുന്നു അവളുടെ അടുത്തേക്ക് ഒരാൾ വരുന്നത്. അവൾ അയാളെ കണ്ട് പേടിച്ചു പോകുന്നു. അതവിടുത്തെ സർവന്റായ ജോൺ ആയിരുന്നു. ജോൺ അവൾക്ക് ഒരു റോസാപ്പ് കൊടുത്തതിന് ശേഷം അവളെ ഫുഡ് കഴിക്കുവാനായും കൂട്ടിക്കൊണ്ടു പോകുന്നു. ഫുഡ് കഴിക്കുവാനായി ഇരിക്കുന്ന സമയം ശ്രുതിക്ക് അടുത്തേക്ക് എത്തുകയാണ് മാനേജറും ഭാര്യയും. മാനേജർ ശ്രുതിക്ക് കുറച്ച് ഡോക്യുമെന്റ് കൊടുത്തിട്ട് ഇതെല്ലാം നീ സൈൻ ചെയ്ത് തരണം, അതും എല്ലാം നന്നായിട്ട് വായിച്ചു നോക്കിയിട്ട് നാളെ സൈൻ ചെയ്ത് തന്നാൽ മതിയെന്ന് പറഞ്ഞിട്ട് മാനേജർ പോകുവാനായി ഒരുങ്ങുന്നു. എന്നാൽ ശ്രുതി മാനേജറിനെ അവിടെ പിടിച്ചു നിർത്തിയതിനു ശേഷം ആ ഡോക്യുമെന്റ്സ് എല്ലാം ഒപ്പിട്ട് കൊടുക്കുന്നു. എന്നിട്ട് എനിക്ക് നിങ്ങളെ ഒരുപാട് വിശ്വാസമാണെന്നും ഞാൻ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്നത് നിങ്ങൾ രണ്ടുപേരെയുമാണെന്നായിരുന്നു അവൾ എഴുതി കാണിക്കുന്നത്. അത് കണ്ട് മാനേജറിനും ഭാര്യയ്ക്കും ഒരുപാട് സന്തോഷമാകും. ഡോക്യുമെന്റ്സുമായിട്ട് മാനേജർ പുറത്തേക്ക് ഇറങ്ങി വരുന്നു. പുറത്തേക്ക് വന്ന് ഡോക്യുമെന്റ്സ് ഒക്കെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന മാനേജർ വല്ലാതെ പട്ടി കുരയ്ക്കുന്നതായി ശ്രദ്ധിക്കുന്നു. എന്തെന്നറിയുവാൻ വേണ്ടിയിട്ട് മാനേജർ പോയി നോക്കുമ്പോഴോ രണ്ട് പട്ടികൾ മാനേജറെ നോക്കി ഓടി വരികയാണ്. മാനേജർ അവിടെ നിന്ന് മാറുന്ന സമയത്ത് രണ്ട് പട്ടികളും നേരെ ചെന്ന് പുൽക്കാട്ടിലേക്ക് എടുത്ത് ചാടുകയാണ് ചെയ്തത്. അവിടെ ആരോ ഉണ്ടെന്നുള്ള കാര്യം മാനേജർക്ക് മനസ്സിലായി. അതേ സമയം തന്നെയായിരുന്നു അതിലൊരു പട്ടിയാണെങ്കിൽ കൊന്നതിന് ശേഷം ആരോ അവിടേക്ക് വലിച്ചെറിയുന്നത്. അത് കണ്ട് മാനേജറിന് വല്ലാതെ പേടിയാകുവാനായും തുടങ്ങി. ആരോ അവിടെയുണ്ടെന്ന് മാനേജറിന് മനസ്സിലായി. ഉടനെ തന്നെ തന്റെ കാർ എടുത്ത് സ്റ്റാർട്ട് ചെയ്ത് പോകുവാനായി ഒരുങ്ങുന്ന സമയം തന്നെയായിരുന്നു മറ്റൊരു പട്ടി കാറിന് മുന്നിലേക്ക് ചെത്ത് വന്ന് വീഴുന്നതും. അതേ സമയം തന്നെയായിരുന്നു ഒരു വലിയൊരു മനുഷ്യൻ മാനേജറിന്റെ അടുത്തേക്ക് വരുന്നത്. എന്നിട്ട് ആ കാറിൽ വെച്ച് തന്നെ മാനേജറിനെ കുത്തി കൊലപ്പെടുത്തിയതിനു ശേഷം കാർ സ്റ്റാർട്ടാക്കി വിടുന്നു. കാർ സ്റ്റാർട്ടായി പോകുന്നത് കിച്ചണിൽ നിൽക്കുകയായിരുന്ന മാനേജറിന്റെ ഭാര്യ കാണുന്നു. പക്ഷെ അവർ കരുതിയത് മാനേജർ എവിടേക്കോ കാറും എടുത്ത് പോകുന്നതെന്നാ. മാനേജറിന്റെ ഭാര്യ നേരെ വന്നൊരു ശ്രുതിയോട് ഫുഡ് കഴിക്കുവാനായി എടുത്തു വെച്ചിരിക്കുകയാണെന്നും പറഞ്ഞിട്ടാണ് പോകുന്നത്. ശ്രുതിയാണെങ്കിലോ അവളുടെ അമ്മയുടെയും അവളുടെയും ചിത്രം വരയ്ക്കുകയായിരുന്നു. കിച്ചണിൽ നിൽക്കുകയായിരുന്ന മാനേജറിന്റെ ഭാര്യയ്ക്കടുത്തേക്ക് ജോൺ വരും. എന്നാൽ ജോണിന്റെ കയ്യിലാണെങ്കിൽ എന്തോ മുറിവ് പറ്റി രക്തം വരുന്നുണ്ട്. ഇതെന്ത് പറ്റിയതാണെന്ന് ചോദിക്കുമ്പോൾ വീണതാണെന്നാണ് ജോൺ പറയുന്നത്. എന്നാൽ ജോണിനോട് ഇവിടെ ആകെ അഴുക്കാക്കാതെ പുറത്തേക്കിറങ്ങി പോകുവാനായിട്ടും മാനേജറിന്റെ ഭാര്യ പറയുന്നു. ജോൺ പോയി കഴിഞ്ഞ അതേ സമയം തന്നെയായിരുന്നു കറുത്ത വേഷമൊക്കെ ധരിച്ച് ഒരാൾ മാനേജറിന്റെ ഭാര്യയ്ക്ക് പിന്നിലായിട്ട് വന്ന് നിൽക്കുന്നത്. അതാ കില്ലറായിരുന്നു. അയാളാണെങ്കിലോ മാനേജറിന്റെ ഭാര്യയെ കുത്തുന്നു. മാനേജറിന്റെ ഭാര്യ ശ്രുതിയെ വിളിക്കുവാനായിട്ട് ശ്രമിക്കും. പക്ഷേ അവൾക്കാണെങ്കിൽ ചെവി കേൾക്കുവാനായി കഴിയത്തില്ലല്ലോ. മാനേജറിന്റെ ഭാര്യയെ കുത്തിയതിനു ശേഷം വലിച്ചിഴച്ചു കൊണ്ടുപോകുന്നു. അതേസമയം തന്നെയായിരുന്നു ശ്രുതി ഫ്രഷ് ആകുവാനായിട്ട് ബാത്റൂമിലേക്ക് കയറുന്നതും. മാനേജറിന്റെ ഭാര്യയെ കൊന്നതിന് ശേഷം കില്ലർ നേരെ എത്തുന്നത് ശ്രുതി ഇരിക്കുന്ന റൂമിലേക്കാണ്. എന്നിട്ട് അവിടെ വന്ന് അയാളുടെ കയ്യിലാണെങ്കിൽ ഒരുപാട് ബ്ലഡ് ഉണ്ടായിരുന്നു. ശ്രുതി വരച്ച അവളുടെ അമ്മയുടെയും അവളുടെയും ചിത്രത്തിന് ആ ഒരു ബ്ലഡ് കൊണ്ട് ഇൻഡു മാർക്കിടുകയാണ്. അതിനുശേഷം അവിടെ ഉണ്ടായിരുന്ന തന്റെ കോട്ട് ഉപയോഗിച്ച് ബ്ലഡൊക്കെ തുറച്ച് ആ കോട്ട് എടുത്ത് ടേബിളിലും വെക്കുന്നു. എന്നിട്ട് അയാൾ അവിടെ നിന്ന് മാറി നിൽക്കുകയാണ്. മാത്രമല്ല ശ്രുതിയുടെ ഫോണൊക്കെ എടുത്തുകൊണ്ടാണ് അയാൾ പോകുന്നതും. ഫ്രഷ് ആയതിനു ശേഷം പുറത്തേക്ക് ഇറങ്ങുന്ന ശ്രുതി ഫോട്ടോയിൽ വന്ന് നോക്കുമ്പോഴോ അതിലാരോ ഇൻഡു മാർക്ക് ഇട്ടിരിക്കുന്നത്
ഒലിച്ചിരിക്കുന്നത് ശ്രുതി ശ്രദ്ധിക്കുന്നു. അത് ബ്ലഡ് ആണെന്നുള്ള കാര്യം ശ്രുതിക്ക് മനസ്സിലായി. മാത്രമല്ല ടേബിളിന് മുകളിലായിട്ടിരിക്കുന്ന കറുത്ത ജാക്കറ്റും അവൾ കാണുന്നുണ്ട്. ആ ജാക്കറ്റിൽ നിറയെ ബ്ലഡും. അത് കാണുന്ന അവൾക്ക് എന്തോ വശപിശക് തോന്നുകയാണ്. തന്റെ ഫോൺ നോക്കുമ്പോഴോ ഫോണും കാണുന്നില്ല. ഇവിടെ ആരോ ഉണ്ടെന്ന് ശ്രുതിക്ക് മനസ്സിലായി. ശ്രുതി അവിടെ ഉണ്ടായിരുന്ന ഒരു കത്തി എടുത്തിട്ട് അവൾ ധൈര്യപൂർവ്വം മുന്നോട്ട് നടക്കുന്ന സമയത്ത് വരാന്തയിൽ നിന്നും അവൾക്ക് അവളുടെ ഫോൺ കിട്ടുന്നു. ഹെൽപ്പ് ലൈൻ നമ്പറിലേക്ക് വിളിക്കുവാനായി ശ്രമിക്കുന്ന സമയത്ത് കോള് പോകുന്നില്ല. അതേ സമയമായിരുന്നു പിറകിലുള്ള ജനാലയ്ക്ക് പിന്നിലായിട്ട് കില്ലർ നിൽക്കുന്നതും. കില്ലറിനെ ശ്രുതി കാണുന്നു. കില്ലറാണെങ്കിലോ തന്റെ നാക്ക് നീട്ടി കാണിക്കുകയാണ്. നാക്കിൽ ശ്രുതിയുടെ ഫോണിലുണ്ടായിരുന്ന സിമ്മുമുണ്ട്. അയാളത് ചവച്ചരച്ച് നശിപ്പിച്ചും കളയുന്നു. അത് കണ്ട് പേടിച്ച ശ്രുതി അവിടെ നിന്നും നേരെ ഓടിച്ചെല്ലുന്നത് ലാൻഡ് ലൈനിനടുത്തേക്കാണ്. എന്നാൽ കോൾ ചെയ്യുവാനായി നോക്കുമ്പോഴോ ലാൻഡ് ലൈനിന്റെ കണക്ഷനും കട്ട് ചെയ്ത് വിട്ടിരിക്കുന്നു. ഇനി എന്ത് ചെയ്യുമെന്നറിയാതെ ശ്രുതി പേടിച്ചു നിൽക്കുന്ന സമയത്തായിരുന്നു കറണ്ട് പോകുന്നതും. ശ്രുതി ഉടനെ തന്നെ തന്റെ റൂമിലേക്ക് കയറി കതകടയ്ക്കുകയും ചെയ്തു. എന്നാൽ ആ കില്ലറാണെങ്കിൽ കതക് തല്ലിപ്പൊളിക്കുവാനായും നോക്കുന്നുണ്ട്. ശ്രുതി രണ്ടും കൽപ്പിച്ച് തന്റെ കയ്യിലുണ്ടായിരുന്ന കത്തി ഉപയോഗിച്ച് ആ ഒരു കതകിലൂടെ അവൾ കുത്തുകയാണ്. ആ കത്തി നേരെ വന്ന് കയറുന്നത് കില്ലറിന്റെ കാലിലേക്കുമായിരുന്നു. എന്നിട്ട് ശ്രുതി അവിടെയുണ്ടായിരുന്ന ജനാല വഴി താഴേക്ക് ഇറങ്ങുവാനായി ശ്രമിക്കുന്നത് കില്ലർ കാണുന്നു. കില്ലറാണെങ്കിൽ അവളെ പിടികൂടുവാനായിട്ട് താഴെ വന്ന് നിൽക്കുകയാ. ഇനി എന്ത് ചെയ്യുമെന്ന് ചിന്തിച്ച് ശ്രുതി വീണ്ടും അകത്തേക്ക് തന്നെ കടക്കുന്നു. എന്നിട്ട് അവളാണെങ്കിൽ ഡോറ് ക്ലോസ് ചെയ്യുകയാണ്. മാത്രമല്ല ഗ്ലാസ് ഡോർ ആയതുകൊണ്ട് തന്നെ പുറത്തു നിൽക്കുന്ന കില്ലർ കുറച്ച് ഡോക്യുമെന്റ്സ് അവളെ കാണിച്ചിട്ട് ഇതിൽ സൈൻ ചെയ്ത് തരണമെന്നും പറയുന്നു. എന്നിട്ട് ആ ഡോക്യുമെന്റ്സ് എല്ലാം വാതിലിനടിയിലൂടെ അവൾ കിട്ടുകൊടുക്കുകയാണ്. ഡോക്യുമെന്റ്സ് എടുത്ത് വായിച്ചു നോക്കുന്ന ശ്രുതി ദേഷ്യത്തോടു കൂടി ഞാനിത് ചെയ്യില്ല എന്ന് തന്നെ അവൾ പറയുന്നു. അവൾ ആ ഡോക്യുമെന്റ്സ് ദൂരേക്ക് വലിച്ചെറിയുന്നു. അതേസമയം തന്നെയായിരുന്നു ആരോ കാറിൽ വരുന്നത് ശ്രുതി കാണുന്നതും. കില്ലർ തിരിഞ്ഞു നോക്കുന്ന ഗ്യാപ്പിൽ തന്നെ ശ്രുതി അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നു. അവൾ ആരാണാ വന്നതെന്ന് നോക്കുന്ന സമയത്ത് സാവന്തിനെയാണ് അവൾ കാണുന്നത്. സാവന്ത് കില്ലറിനോട് നിന്ന് സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാ. ശ്രുതിയാണെങ്കിൽ സാവന്തിനെ വിളിക്കുവാനായിട്ട് ഒരുപാട് ശ്രമിക്കും. പക്ഷേ നടക്കുന്നതേയില്ല. ശ്രുതിക്കൊരു കാര്യം മനസ്സിലായി, ഇത് പവർ കട്ടല്ല, ആരോ മെയിൻ ഓഫാക്കിയതാണെന്ന്. ഉടനെ തന്നെ അവൾ പോയി മെയിൻ സ്വിച്ച് ഓൺ ആക്കുന്നു. അപ്പോൾ അവിടെയായിട്ട് മാനേജറിന്റെ ഭാര്യ ഇരിക്കുന്നതായിട്ടും ശ്രുതി കാണുന്നു. അവർ മരിച്ചിട്ടുണ്ടായിരുന്നു. അത് കണ്ട് ശ്രുതി ഒരുപാട് കരയും. ഇനി ആ ഒരു കില്ലറിനെ അങ്ങനെ വെറുതെ വിട്ടാൽ പറ്റില്ല. എങ്ങനെയെങ്കിലും അയാളെ കൊല്ലണമെന്ന് തീരുമാനിച്ച് ഒരു ഇരുമ്പ് കൊണ്ടുള്ള ആയുധവും എടുത്തുകൊണ്ടാണ് അവൾ മുകളിലേക്ക് ചെല്ലുന്നത്. അതേസമയം സാവന്ത് ഇതെന്താ ഇപ്പോൾ ഇവിടെ ലൈറ്റ് വന്നതെന്നൊക്കെ കില്ലറിനോട് ചോദിക്കുന്നു. എന്നിട്ട് സാവന്ത് പോകുവാനായി ഒരുങ്ങുകയാണ്. അതേസമയം ശ്രുതി കില്ലറിനെ കൊല്ലണമെന്ന് ചിന്തിച്ചുകൊണ്ടാണ് മുകളിലേക്ക് വന്നതും. അതേസമയം ഡോറിന് മുന്നിലായിട്ട് വന്ന് ഡോറ് നോക്ക് ചെയ്യുന്ന സാവന്തിനെയും ശ്രുതി കാണുന്നു. ശ്രുതി സാവന്തിനെ കണ്ടതും കരഞ്ഞുകൊണ്ട് പോയി ഡോറ് തുറക്കും. പക്ഷേ സാവന്തിന് ജീവനില്ലായിരുന്നു. ആ കില്ലർ സാവന്തിനെ കൊന്നിരുന്നു. അതിനുശേഷമാണ് സാവന്തിന്റെ ഡെഡ് ബോഡി കൊണ്ടുവന്ന് കതക് ലോക്ക് ചെയ്തതും. കതക് തുറക്കുന്ന ശ്രുതിയാണെങ്കിൽ പേടിച്ചു പോകുന്നു. കില്ലറാണെങ്കിൽ അകത്തേക്കും പ്രവേശിക്കുകയാണ്. അകത്തേക്ക് കടന്ന കില്ലറിനെ തന്റെ കയ്യിലിരുന്ന ആയുധം ഉപയോഗിച്ച് ശ്രുതി കുത്തുകയാണ്. എന്നിട്ട് അവൾ പുറത്തേക്ക് ഇറങ്ങി ഓടുന്നു. എന്നാൽ കില്ലറാണെങ്കിലോ വീണ്ടും അവളെ ഫോളോ ചെയ്തു വരിക. പുറത്തേക്ക് അവൾ വരുമ്പോൾ അവരുടെ വീട്ടിലെ ജോലിക്കാരനായ ജെയിംസിനെയും കാണുന്നു. ജെയിംസിനോട് അവൾ കാര്യമൊക്കെ പറയുവാനായി ശ്രമിക്കുമെങ്കിലും ജെയിംസിനത് മനസ്സിലാകുന്നതേയില്ല. അവളാണെങ്കിൽ ജെയിംസിനെയും വലിച്ചുകൊണ്ട് പുറത്തേക്ക് പോകുവാനായി ശ്രമിക്കുന്ന സമയം തന്നെയായിരുന്നു കില്ലർ അവിടേക്ക് വരുന്നതും. ജെയിംസിന് കാര്യം മനസ്സിലായി. ജെയിംസും കില്ലറും തമ്മിൽ വലിയൊരു ഫൈറ്റ് നടക്കും. ശ്രുതിയോട് ജെയിംസ് എത്രയും വേഗം ഇവിടെ നിന്ന് പോകണമെന്നൊക്കെ ശ്രുതിയോട് പറയും. എന്നിട്ട് ജെയിംസ് ആണെങ്കിലോ കില്ലറുമായിട്ട് ഫൈറ്റ് ചെയ്യുന്നു. എന്നാൽ കില്ലറാണെങ്കിൽ ജെയിംസിനെ കൊന്നുകളയുകയാണ് ചെയ്യുന്നത്. ശ്രുതിക്ക് വേണ്ടിയിട്ട് ജെയിംസിന്റെ ജീവൻ തന്നെ പോയി. അത് കണ്ട് ശ്രുതി ആകെ തകർന്നു പോവുകയും അവൾ നേരെ ഓടിച്ചെന്ന് കയറുന്നത് ആ ഒരു പസിൽ പോലുള്ള ചെടിയില്ലേ അതിലേക്കായിരുന്നു. അതിനകത്ത് കയറിയാൽ പുറത്തിറങ്ങുവാനായിട്ട് പാടല്ലേ. എന്നാൽ അവളെ ഫോളോ ചെയ്ത് കില്ലറും ഉണ്ടായിരുന്നു. ഒരു ഘട്ടത്തിൽ ശ്രുതിയെ കില്ലർ ഒരു കത്രിക കൊണ്ട് കുത്തുകയാണ്. ശ്രുതിക്കാണെങ്കിൽ വേദന സഹിക്കാനായില്ല. അവൾ എങ്ങനെയൊക്കെ കില്ലറിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് ആ പസിലിനുള്ളിൽ നിന്നും നേരെ വരുന്നത് അവിടെ ഒരു ചെറിയ ഗാർഡൻ പോലുള്ള ഒരു റൂമുണ്ട്. ആ റൂമിനകത്തേക്കാണ്. അവിടെയാണ് മാനേജറിന്റെ ഭാര്യ കുറേ കാര്യങ്ങളൊക്കെ നട്ടുവെച്ചിരിക്കുന്നതും. എന്നാൽ അവിടെ മാനേജറിന്റെ ഭാര്യ എംബ്രോയിഡറി വർക്കൊക്കെ ചെയ്യുന്ന സൂചിയും നൂലും കാണുന്നു. അകത്തേക്ക് വന്ന ശ്രുതി ആ സൂചിയും നൂലും എടുത്ത് തന്റെ മുറിവൊക്കെ തുന്നി ചേർക്കുകയാണ്. മാത്രമല്ല അകത്തേക്ക് കയറുന്ന സമയത്ത് കുറെ വെള്ളം അവിടെ കെട്ടിക്കിടക്കുന്നതായിട്ടും അവൾ കാണുന്നു. കറണ്ട് പാസ് ചെയ്യുന്ന ഒയറ് വെള്ളത്തിലേക്ക് എടുത്തിട്ട് സ്വിച്ച് ഓണാക്കിയിട്ട് കാത്തിരിക്കുകയാണ്. ആ ഒരു കില്ലർ അകത്തേക്ക് കടന്നു കഴിഞ്ഞാൽ അയാൾക്ക് ഉറപ്പായിട്ടും ഷോക്ക് ഏൽക്കും. അവൾ വെയിറ്റ് ചെയ്തിരിക്കുന്ന സമയം. എന്നാൽ ആ കില്ലറാണെങ്കിൽ ഒരു ബുദ്ധിമാനായിരുന്നു. അയാൾ അകത്തേക്ക് കടക്കുന്നതിന് മുൻപ് തന്നെ ആ പ്ലഗിൽ നിന്നും ഒയർ വലിച്ച് ഊരിയതിനു ശേഷമാണ് അകത്തേക്ക് കടന്നതും. അത് കാണുന്ന ശ്രുതി വീണ്ടും രക്ഷപ്പെട്ട് ബംഗ്ലാവിലേക്ക് തന്നെ ചെല്ലും. എന്നാൽ അവിടെ ഒരു പഴയ തോക്കുണ്ടായിരുന്നു. അവൾ എത്ര തന്നെ അതെടുത്ത് ഷൂട്ട് ചെയ്യുവാനായി ശ്രമിച്ചിട്ടും നടക്കുന്നതേയില്ല. കില്ലർ അവളുടെ അടുത്തേക്ക് വരും.
എന്നാൽ ഒരു ഘട്ടത്തിൽ ശ്രുതി ഷൂട്ട് ചെയ്യുമ്പോൾ ബുള്ളറ്റ് പുറത്തേക്ക് വരുന്നു. പക്ഷേ കില്ലറിന്റെ ദേഹത്ത് കൊള്ളില്ല. ജസ്റ്റ് മിസ്സിനാണ് അയാൾ രക്ഷപ്പെട്ടതും. ശ്രുതി അവിടെ നിന്നും രക്ഷപ്പെട്ട് ഓടിപ്പോകുന്നു. എന്നാൽ ഒരു ഘട്ടത്തിൽ അവൾക്ക് പിന്നിലായിട്ട് ആ കില്ലർ വന്ന് നിൽക്കുകയാണ്. എന്നാൽ ശ്രുതിയാണെങ്കിലോ തന്റെ രണ്ട് കൈയും ഉപയോഗിച്ച് കില്ലറിന്റെ ചെവിയിലേക്ക് അടിക്കുന്നു. അതോടുകൂടി കില്ലർ കറങ്ങി പോവുകയാ. എന്നിട്ട് അവളാണെങ്കിലോ ഒരു ഇരുമ്പ് ദണ്ട് പഴിപ്പിച്ചു കൊണ്ടുവരുന്നു. അതുപയോഗിച്ച് കില്ലറിനെ ഒരുപാട് തല്ലും. തല്ലിയവനെ പുറത്തേക്ക് എത്തിക്കുകയാണ്. അതിനുശേഷം അവനെ ഒരുപാട് കുത്തുകയും ഒക്കെ ചെയ്യുന്നു. വലിയൊരു ഫൈറ്റ് തന്നെ നടക്കും. എന്നാൽ ഫൈറ്റിനൊടുവിൽ ശ്രുതിയാണെങ്കിൽ അയാളെ കുത്തി കൊല്ലുവാനായി വരുന്ന സമയം തന്നെ അവൾക്ക് അതിന് മനസ്സ് വരുത്തില്ല. അവൾ കരഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ അയാളാണെങ്കിൽ അവളെ ഉപദ്രവിക്കുവാനായും ശ്രമിക്കുന്നു. അപ്പോൾ ആരോ പിന്നിൽ നിന്ന് ആ ഒരു കില്ലറിനെ ഷൂട്ട് ചെയ്യുകയാണ്. അയാളും തറയിലേക്ക് വന്ന് വീഴും. ഷൂട്ട് ചെയ്തത് മറ്റാരുമല്ല, സാവന്തിന്റെ വൈഫായിരുന്നു. അവരെ കണ്ടതും ശ്രുതി കരഞ്ഞുകൊണ്ട് ഓടിപ്പോയി സാവന്തിന്റെ വൈഫിനെ കെട്ടിപ്പിടിക്കുന്നു. എന്നിട്ട് നടന്ന കാര്യങ്ങളെല്ലാം സാവന്തിന്റെ വൈഫിനോട് പറയുകയാണ്. മാത്രവുമല്ല, ആ ഒരു കില്ലർ സാവന്തിനെയും കൊന്നു എന്ന് പറയുമ്പോഴും വളരെ കൂളായിട്ട് ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് സാവന്തിന്റെ വൈഫ്. അവനെ കൊന്നോ? എനിക്കറിയാമായിരുന്നു അത് നടക്കുമെന്ന്. പല തവണയും ഞാൻ അവനോട് പറഞ്ഞതാ പോകണ്ട പോകണ്ട എന്ന്. എന്നിട്ടും അവൻ കേൾക്കാതെ വന്നതാണെന്നും സാവന്തിന്റെ ഭാര്യ പറയുന്നത് കേട്ട് ശ്രുതി ഞെട്ടിപ്പോകുന്നു. സത്യത്തിൽ ആ ഒരു കില്ലറിനെ ഏർപ്പാടാക്കിയത് സാവന്തിന്റെ വൈഫായിരുന്നു. തന്റെ വൈഫ് ശ്രുതിയെ കൊല്ലുവാനായിട്ട് ആളിനെ ഏർപ്പാടാക്കിയെന്ന് മനസ്സിലാക്കിയ സാവന്ത് ശ്രുതിയെ രക്ഷിക്കുവാൻ വേണ്ടിയിട്ടാണ് അന്നേ ദിവസം ആ ഒരു ബംഗ്ലാവിലേക്ക് എത്തിയത്. പോകരുതെന്ന് എത്ര തന്നെ സാവന്തിന്റെ വൈഫ് പറഞ്ഞിട്ടും അയാൾ കേട്ടതേയില്ല. ശ്രുതിയെ രക്ഷിക്കുവാനായി വേണ്ടി എത്തിയ സാവന്തിനെ തന്നെ കില്ലർ കൊന്നുകളയുകയാണ് ചെയ്തത്. നിന്നെ രക്ഷിക്കുവാൻ വേണ്ടിയിട്ട് വന്ന എന്റെ ഭർത്താവ് മരണപ്പെട്ടു പോയത്. പലതവണയും ഞാൻ അയാളോട് പറഞ്ഞതാ പോകരുതേ പോകരുതേ എന്ന്. അത് കേൾക്കാതെ വന്നതല്ലേ, അനുഭവിക്കട്ടെ. പിന്നെ ഞാൻ എന്തിനാ ഞാൻ ഏർപ്പാടാക്കി കില്ലറിനെ കൊന്നതെന്നല്ലേ. ഞാൻ അവന് ഒരു ഡ്യൂട്ടി കൊടുത്തിരുന്നു. ഇവിടെയുള്ളവരെയൊക്കെ കൊന്നതിന് ശേഷം ഒരു സൈൻ വാങ്ങിക്കൊണ്ട് വരാൻ. അവൻ ഇവിടെയുള്ള രണ്ടുപേരെ കൊന്നു, നിന്നെ കൊന്നില്ല. സൈൻ വാങ്ങിക്കൊണ്ട് വരുവാനായിട്ട് പറഞ്ഞിട്ട് അവൻ സൈൻ വാങ്ങിയതുമില്ല. അതുകൊണ്ടാ ഞാൻ അവനെ കൊന്നുകളഞ്ഞത്. ഹാ, ഇനി എന്തായാലും ഞാനത് ചെയ്യാമല്ലോ. നീ മര്യാദയ്ക്ക് ഞാൻ തരുന്ന ഡോക്യുമെന്റ്സിൽ ഒപ്പിട്ട് തരണം. ഇല്ല എന്നുണ്ടെങ്കിൽ നിന്നെ കൊന്നുകളയും. നീ ഇതിൽ സൈൻ ചെയ്ത് കഴിഞ്ഞാൽ നിന്നെ ഞാൻ ജീവിക്കുവാനായിട്ട് വെറുതെ വിടാമെന്നും അവൾ പറയുന്നു. എന്നിട്ട് ഡോക്യുമെന്റ്സ് ശ്രുതിക്ക് കൊടുക്കുകയാണ്. ശ്രുതി കരഞ്ഞുകൊണ്ട് പേടിച്ച് പേടിച്ച് ആ ഡോക്യുമെന്റ്സും വാങ്ങുന്നു. ശ്രുതിയെ ഷൂട്ട് ചെയ്യുവാനായിട്ട് റെഡിയായി നിൽക്കുകയാണ് സാവന്തിന്റെ വൈഫും. പേടിച്ച് ശ്രുതിയാണെങ്കിലോ അതിൽ സൈൻ ചെയ്ത് കൊടുക്കുകയാണ്. മുഴുവൻ സ്വത്തും സാവന്തിന്റെ വൈഫിന്റെ പേരിലേക്ക് മാറ്റുന്നതിന് ശ്രുതിക്ക് സമ്മതമാണ് എന്നുള്ളൊരു ഡോക്യുമെന്റ് ആയിരുന്നു അത്. അതിലൊപ്പിട്ട് ശ്രുതി സാവന്തിന്റെ വൈഫിന് കൊടുക്കുന്നു. ഡോക്യുമെന്റ് എടുത്ത് നോക്കുന്ന സമയത്ത് സാവന്തിന്റെ വൈഫിന് വല്ലാതെ ദേഷ്യം വരികയാണ്. നീ അനുസരിക്കില്ലല്ലേ എന്ന് പറഞ്ഞിട്ട് അവളെ ഷൂട്ട് ചെയ്യുവാനായി ഒരുങ്ങുന്ന സമയം തന്നെയായിരുന്നു ശ്രുതി ചാടി എഴുന്നേറ്റ് സാവന്തിന്റെ വൈഫിന്റെ കയ്യിലിരിക്കുന്ന ആ തോക്ക് അവരുടെ കൈ ഉൾപ്പെടെ തന്റെ നെറ്റിയിലേക്ക് വെക്കുന്നതും. തന്നെ വെടിവെച്ച് കൊല്ലെന്ന് പറഞ്ഞിട്ട് അവൾ വല്ലാതെ ബഹളം വയ്ക്കുന്നു. നീ എന്തായി കാണിക്കുന്നത് എന്ന് പറഞ്ഞ് സാവന്തിന്റെ വൈഫ് തോക്ക് പിന്നിലേക്ക് എടുക്കുവാനായും ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ശ്രുതി ബുദ്ധിപൂർവ്വം ആ ഒരു തോക്ക് തന്റെ ഷോൾഡറിലേക്ക് വെപ്പിച്ചിട്ട് ഷൂട്ട് ചെയ്യുകയാണ്. ശ്രുതി ബോധം കെട്ട് തറയിലേക്ക് വീഴുന്നു. അത് കാണുന്ന സാവന്തിന്റെ വൈഫ്, എന്തായാലും നീ ഇങ്ങനെ ചെയ്തില്ലേ, നീ എന്തായാലും ഇനി ജീവിക്കണ്ട എന്ന് പറഞ്ഞിട്ട് അവളെ കൊല്ലുവാനായി ഒരുങ്ങുന്ന സമയം തന്നെയായിരുന്നു ആ കില്ലർ ചാടി എഴുന്നേറ്റ് സാവന്തിന്റെ വൈഫിനെ തല്ലുന്നതും. തറയിൽ വീണ സാവന്തിന്റെ വൈഫാണെങ്കിലോ എങ്ങനെയൊക്കെയോ തോക്കെടുക്കുവാനായും ശ്രമിക്കുന്നുണ്ട്. പക്ഷേ നടക്കുന്നതേയില്ല. രണ്ടുപേരും തമ്മിൽ നടക്കുന്ന ഫൈറ്റിനൊടുവിൽ സാവന്തിന്റെ വൈഫും മരണപ്പെടുകയാണ്. അങ്ങനെ കില്ലറും മരണപ്പെട്ടു, സാവന്തിന്റെ വൈഫും മരണപ്പെട്ടു. ശ്രുതിയും ബോധമറ്റ് കിടക്കുകയാണ്. അടുത്ത ദിവസം രാവിലെ ശ്രുതി എഴുന്നേൽക്കുമ്പോൾ കാണുന്ന കാഴ്ച സാവന്തിന്റെ വൈഫും മരണപ്പെട്ട് കിടക്കുന്നു, കില്ലറും മരണപ്പെട്ട് കിടക്കുന്നു. അവൾ അവിടെ നിന്നും എഴുന്നേറ്റ് പുറത്തേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ അവളെ റെസ്ക്യൂ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ എത്തുന്നുണ്ട്. ശ്രുതിയെ അവിടെ നിന്നും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ആംബുലൻസിലേക്ക് കയറ്റുകയാണ്. എന്നാൽ അവൾക്ക് ഓക്സിജൻ മാസ്ക് വെച്ചു കൊടുക്കുന്ന സമയത്തായിരുന്നു അവൾ ഒരു കാഴ്ച കാണുന്നത്. അവൾക്ക് ഓക്സിജൻ മാസ്ക് വെച്ചു കൊടുക്കുന്ന ആളിന്റെ കയ്യിൽ ഒരു ടാറ്റു ഉണ്ടായിരുന്നു. ഇതേ ടാറ്റു തന്നെയായിരുന്നു അവളെ കൊല്ലുവാൻ വേണ്ടിയിട്ട് വന്ന കില്ലറിന്റെ കയ്യിലും ഉണ്ടായിരുന്നത്. അത് കണ്ട് ശ്രുതി വല്ലാതെ പേടിക്കും. അയാൾ വെച്ചു കൊടുത്തത് യഥാർത്ഥത്തിൽ ഓക്സിജൻ മാസ്ക് തന്നെയാണോ, അതോ അവളെ കൊല്ലുവാൻ വേണ്ടിയിട്ട് വേറെ വല്ലതുമാണോ എന്നുള്ളത് കാണിക്കുന്നതേയില്ല. അങ്ങനെയൊരു ടെസ്റ്റ് നിലനിർത്തിക്കൊണ്ടാണ് സിനിമയുടെ കഥ അവസാനിപ്പിക്കുന്നതും. ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ. അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബായ്.